ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രമമായ വേദപുസ്തക വായനയുടെയും പഠനത്തിൻ്റെയും 219 ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം യെശയ്യാപ്രവചനം 34 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. പുതിയ നിയമത്തിൻ്റെ ഉദയനക്ഷത്രം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. ഈ പേര് ലഭിച്ചത് യേശുക്രിസ്തു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ ആണ്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമുക്ക് കാണാം. പിതാവായ സെഖരിയാവും മാതാവായ എലിശബത്തും അഹരോന്യ പൗരോഹിത്യ പാരമ്പര്യത്തിൽപ്പെട്ടവർ ആയിരുന്നു. അഹരോന്യ പൗരോഹിത്യ പാരമ്പര്യത്തിൽ അബിയാക്കൂറിൽപ്പെട്ടവനായ സെഖരിയ പുരോഹിതന് ശുശ്രൂഷയ്ക്ക് ചീട്ട് വീണ സമയത്ത് അന്തർമന്ദിരത്തിൽ വെച്ച് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മക്കളില്ലാതിരുന്ന ആ ദമ്പതികൾക്ക് ഒരു മകനെ വാഗ്ദത്തം ചെയ്യുന്നു. ഇത് അവരുടെ അനേക നാളുകളായുള്ള പ്രാർത്ഥനയുടെ ഫലം ആയിരുന്നു. ഗബ്രിയേൽ ദൂതൻ സെഖരിയാവിനോട് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു മകനെ ലഭിക്കും എന്നാണ്. മടുത്തുപോകാതെയുള്ള പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവിക വാഗ്ദത്തപ്രകാരം ജനിച്ചവനായ യോഹന്നാൻ സ്നാപകന്റെ നമുക്കും അനുകരിക്കുവാൻ സാധിക്കുന്ന 2 സ്വഭാവ സവിശേഷതകൾ ഇവിടെ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, അനീതിക്കെതിരെ ധീരമായി ശബ്ദമുയർത്തുവാൻ സ്നാപക യോഹന്നാന് സാധിച്ചു. ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെയും മേൽക്കോയ്മയ്ക്കെതിരെയും ശക്തമായി ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ. ആരെയും ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിന്ന് തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകന് സാധിച്ചു. സദൂക്യരുടെയും പരീശന്മാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് ഹെരോദ അന്തിപ്പാസിനെ വിമർശിക്കുന്നത്. തൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യയെ ബലാത്കാരമായി പിടിച്ച് തൻ്റെ ഭാര്യയാക്കിയ ഹെരോദ അന്തിപ്പാസിനെ ഭയം കൂടാതെ ശക്തമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു യോഹന്നാൻ സ്നാപകൻ. ഇന്ന് നാം പാർക്കുന്ന സാമൂഹിക ചുറ്റുപാടിൽ നടക്കുന്ന എണ്ണമറ്റ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ നമുക്ക് ഇന്ന് സാധിക്കാറുണ്ടോ? രണ്ടാമതായിട്ട്, വിനയ സ്വഭാവം ഉള്ളവൻ ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ. ശക്തമായി പ്രസംഗിച്ചു, അനേകരെ സ്നാനം കഴിപ്പിച്ചു. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ യോഹന്നാനോട് നീ ആരെന്ന് പുരോഹിതരും ലേവ്യരും ചോദിച്ചപ്പോൾ താൻ ക്രിസ്തു അല്ല എന്ന് യോഹന്നാൻ ഏറ്റുപറയുന്നു. തനിക്ക് പിന്നാലെ വരുന്നവനായ ക്രിസ്തുവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും താൻ യോഗ്യനല്ല എന്നും പറയുന്നു. തനിക്ക് നിഗളിക്കുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ ഉയർത്തിക്കാട്ടുവാൻ സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടും തനിക്ക് പുകഴുവാൻ ഒന്നുമില്ല, ഞാൻ വെറും ഒരു ശബ്ദം മാത്രമാണ് എന്ന വിനയപുരസ്സരമുള്ള പ്രസ്താവനയാണ് സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ വിശ്വാസ സമൂഹമേ, ജീവിതത്തിൽ ഒരു ചെറിയ ഉയർച്ച പോലും ഉണ്ടാകുമ്പോൾ വന്ന വഴി മറന്നുപോകുന്ന ജനമാണ് ഇന്നത്തെ സമൂഹത്തിന് ഉടമകൾ. എന്നാൽ സർവവും ദൈവദാനമാണ് എന്ന തിരിച്ചറിവോടെ ദൈവമുമ്പാകെയും ലോകത്തിൻ്റെ മുന്നിലും വിനയമുള്ളവരായി യോഹന്നാൻ സ്നാപകനെ പോലെ ജീവിക്കുവാൻ തമ്പുരാൻ നമ്മെ ഏവരെയും ശക്തീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിനയമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനും തെറ്റാണെന്ന് മറ്റുള്ളവരോട് പറയുവാനുമുള്ള ആർജവത്വമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.